വന്യമൃഗശല്യം അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ കാട്ടാനകൾ മേയുന്ന ചിന്നക്കനാലിലെ പുൽമേടുകൾ കാട്ടുതീയിൽ കത്തിനശിക്കുന്നു. തീറ്റയും വെള്ളവുമില്ലാതായതോടെ കാട്ടാനകൾ കൂട്ടത്തോടെ കൃഷിയിടങ്ങളിലും ജനവാസ മേഖലകളിലും തമ്പടിക്കുകയാണ്. തീപിടുത്തത്തിന് പിന്നിൽ വനംവകുപ്പാണ് എന്ന ആരോപണം ഉന്നയിച്ച നാട്ടുകാരും രംഗത്ത് വന്നു. കാട്ടാനകൾ കൂട്ടത്തോടെ മേഞ്ഞു നടന്നിരുന്ന പുൽമേടുകളാണ് കാട്ടുതീയിൽ കത്തിയമർന്നത്. ഈ പുൽമേട് മാത്രമല്ല, ചിന്നക്കനാലിൽ ആനകൾ മേയുന്ന എല്ലാ മേടുകളും ഇത്തരത്തിൽ വ്യാപകമായി കാട്ടുതീയിൽ കത്തി നശിച്ചു. ഇതോടെ ആകെയുള്ള പച്ചപ്പായ കൃഷിയിടങ്ങളിലേക്ക് കാട്ടാനകൾ കൂട്ടത്തോടെ എത്തുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. തീപിടുത്തം താൽക്കാലികമായി തടഞ്ഞിട്ടുണ്ടെങ്കിലും വനവിജ്ഞാപനം ഇറക്കിയ മേഖലകളിൽ നിന്ന് ജനങ്ങളെ കുടിയിറക്കുവാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ പുൽമേടുകൾക്ക് തീയിട്ട് കാട്ടാനകളെ ജനവാസ മേഖലയിലേക്ക് മനഃപൂർവ്വം ഇറക്കിവിടുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. നിലവിലിപ്പോ ഇത് മനഃപൂർവ്വം ഇവര് തീയിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് കാട്ടാനകളെ കടത്തിവിടുന്നതിന് വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതായി വനംവകുപ്പുകാർ. ഈ ഇച്ചിരി പച്ചപ്പുള്ളത് കത്തിപ്പോയി, ഇനി ആന ഈ പുല്ല് മഴ പെയ്ത് തളുക്കുന്ന വരത്തേന് ജനവാസ മേഖലകളിലായി ഇവരെ വനവിജ്ഞാപനം മരവിപ്പിച്ചത് പുനർജനിപ്പിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം ജൈവായുധമായിട്ട് വന്യമൃഗങ്ങളെ ഉപയോഗിക്കുന്നതാണ് ഈ പദ്ധതി ഇപ്പൊ കാണുന്നത്. എന്നാൽ സാമൂഹ്യ വിരുദ്ധരാണ് കാട്ടുതീക്ക് പിന്നിലെന്നാണ് വനംവകുപ്പിന്റെ വാദം. ആനകൾക്ക് കാട്ടിൽ തീറ്റയും വെള്ളവും ഒരുക്കുന്നതിന് പദ്ധതി തയ്യാറാക്കണമെന്ന് വർഷങ്ങളായി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും നടപ്പിലായിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.